അതേപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറയുന്ന ഇൻസ്പെക്ഷനിൽ മതിയായ തൊഴിലാളികൾ ഇല്ലെങ്കിൽ കൂടി ഇതേപോലെ ലൈസൻസ് റദ്ദാക്കപ്പെടാനുള്ള നോട്ടീസൊക്കെ കമ്പനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇത് പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പനിയുടെ CQC റേറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കമ്പനിയുടെ നിലവാരത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കുറവാണ്, താഴോട്ട് പോവുകയാണെന്ന് അറിയുന്ന പക്ഷം നിങ്ങൾക്ക് അവിടെ സേഫ് അല്ല ജോബ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ലെറ്റർ കിട്ടിയിട്ട് 60 ദിവസത്തിനുള്ളിൽ പുതിയൊരു ജോബ് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ജോബെല്ലാം ലഭിക്കുമായിരിക്കാം, നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഒരിക്കലും വിസ ഉള്ള ഒരു ജോബ്, സ്പോൺസർഷിപ്പ് ജോബ് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫീൽഡിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കും. പിന്നെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമായി പരിചയമുള്ള രീതിയിൽ സംസാരിച്ച് അവരിൽ നിന്ന് ലഭിച്ച കുറച്ച് ഇൻഫർമേഷൻസ് എന്ന രീതിയിൽ പറയുകയാണ്. നിങ്ങൾ ജോലി സമയം നിങ്ങൾക്ക് വിസയിൽ നിങ്ങളുടെയുള്ള അത്രയും ജോലി സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ഡെയിലി ലോഗ്സ് ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ ക്ലാരിറ്റിയോടെയാണ്, ക്ലിയർ ആയിട്ടാണ്, എല്ലാം വളരെ കൃത്യമായിട്ടാണ് എഴുതുന്നത്. നിങ്ങൾ അത് ഉറപ്പുവരുത്തുക. കാരണം ഈ ഒരു CQC എക്സാമിനേഷനിൽ അല്ലെങ്കിൽ CQC ഇൻവെസ്റ്റിഗേഷനിലും ഈ ഒരു ഡെയിലി ലോഗ്സ് എല്ലാം അവർ പരിശോധിക്കും. അതിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ഥാപനത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്ന ഡെയിലി ലോഗ്സ് ഒക്കെ ശ്രദ്ധയോടെ എഴുതുക, മിസ്റ്റേക്സ് പറ്റാതെ ശ്രദ്ധയോടെ എഴുതുക.